ഈ സർട്ടിഫിക്കറ്റ് പ്രകാരം ഇവരുടെ കല്യാണം ചെന്നൈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നതാണെന്ന് മനസ്സിലാക്കാം. സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടത്താനുള്ള കാരണം എന്തായിരിക്കുമെന്നും അന്ന് സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്നുള്ള സത്യം എങ്ങനെയെങ്കിലും മനസ്സിലാക്കണം. ഈ സർട്ടിഫിക്കറ്റ് പുറത്തെത്തിയ ലീഗലി അവർക്കതൊരു വലിയ ബലം തന്നെ ആയിരിക്കും. നിയമപരമായ കല്യാണമാകും. ഞങ്ങളുടെ കല്യാണം നടക്കാതെ മുടങ്ങുകയും ചെയ്യും. അവരുടെ ബന്ധത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആയുധമായിട്ടാ ഈ പേപ്പറിനെ അവര് കാണുന്നത്. ഇതാണ് അവർക്ക് ലഭിച്ച ശ്രീരാമരക്ഷ എന്ന അവരുടെ വിചാരം. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് അവരുടെ അടുത്ത് ഉണ്ടാകാൻ പാടില്ല. ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അകത്തേക്ക് കാല് വെച്ച് കഴിഞ്ഞ നാളെ എന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ടി വരും. ഞാനിതിന്റെ അകത്തേക്ക് കേറില്ല. പക്ഷെ ഇത് ആരോടും പറയാനും വയ്യ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്റെ ഹോബീസ് നിനക്ക് ഇഷ്ടമല്ലായിരിക്കും. ചിലപ്പോ എന്റെ ആറ്റിറ്റ്യൂഡ് നിനക്ക് ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ ഞാൻ വേദവതി അമ്മയുടെ അതേ ജാതകത്തിൽ പിറന്ന പെൺകുട്ടിയല്ലേ. നിന്റെ റൂമിലേക്ക് കയറ്റാതെ എന്നെ ഇങ്ങനെ തടഞ്ഞു വെക്കുന്ന എന്തിനാ? സർട്ടിഫിക്കറ്റ് നീയായിട്ട് നിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നതാണെന്ന് ഞാൻ കരുതണോ? അവരെ നീ എന്തിനാ ഇത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നേ? നിന്റെ സ്വഭാവം എനിക്കത്ര ഇഷ്ടമാകുന്നില്ല. സർട്ടിഫിക്കറ്റ് കാണാതായി കഴിഞ്ഞ അവര് രണ്ടുപേരും ടെൻഷനായിട്ട് നെട്ടോട്ട് ഓടുമെന്നാ ഞാൻ കരുതിയത്. എനിക്കിങ്ങനെ ടെൻഷൻ അടിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. ശ്രീകരേട്ടൻ ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഭദ്രമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഈ വീട്ടിൽ വെക്കുന്നത് അത്ര സേഫ് അല്ല. കൊണ്ടുപോയി അത് ചേച്ചി ഏൽപ്പിക്കണം. ചേച്ചി അത് ഭദ്രമായിട്ട് സൂക്ഷിച്ചോളും. ശ്രീകരേട്ടാ, അവനെ അത് എന്തു പറ്റിയേട്ടാ? എന്താ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചേക്കുന്നേ? എന്താ നിങ്ങൾ അന്വേഷിക്കുന്നേ? നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കാണുന്നില്ല അവനെ.
മാരേജ് സർട്ടിഫിക്കറ്റ് കാണുന്നില്ലെന്നോ? അതെ. നിങ്ങൾ അതെടുത്ത് ഭദ്രമായിട്ട് വെച്ചതാണെന്ന് പറഞ്ഞതല്ലേ ഏട്ടാ? അത് ചോദിക്കാനായിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് തന്നെ. മാരേജ് സർട്ടിഫിക്കറ്റ് എന്റെ അടുത്തിരിക്കുന്നതിനേക്കാൾ തന്റെ അടുത്തിരിക്കുവാണെങ്കിൽ അത് തനിക്ക് കുറച്ച് ധൈര്യമാണെന്ന് കരുതി അത് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാടോ. പക്ഷെ കാണുന്നില്ല. നമുക്കുള്ള ഒരേ ഒരു തെളിവ് അത് മാത്രമല്ല ഏട്ടാ. ശരി വാ, നമുക്ക് ഒരുമിച്ച് നോക്കാം. സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ ആർക്കും വേർപെടുത്താൻ കഴിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്നലെയും കൂടി എനിക്ക് ധൈര്യം തന്നതാ. രാത്രിക്ക് രാത്രി അതെങ്ങോട്ട് പോയേട്ടാ? ഞാൻ ഇവിടെ തന്നെ വെച്ചേ. ഈ റൂമിലാരെങ്കിലും കയറിയതുപോലെ നിങ്ങൾക്ക് തോന്നിയിരുന്നോ? ഞാൻ മടക്കി വെച്ച ഡ്രസ്സൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. റൂമിലെ സാധനങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല. വേറെ ആരെങ്കിലും റൂമിൽ കയറി ചെക്ക് ചെയ്ത പോലെയൊന്നും എനിക്ക് തോന്നുന്നില്ലടോ. എനിക്കൊരു സംശയവും തോന്നാത്ത വിധം ഇവിടെയുള്ള ആരെങ്കിലും എടുത്തു കാണുവോ? അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നേരം കൊണ്ട് ഇവിടെ എല്ലാവരും കാര്യം അറിഞ്ഞായിരുന്നു ഏട്ടാ. അമ്മ നമ്മളെ രണ്ടുപേരെയും വിളിച്ച് ചോദിക്കുമായിരുന്നില്ലേ? വലിയ പ്രശ്നം തന്നെ ആകുമായിരുന്നു. താൻ പറഞ്ഞ സത്യമാ. പിന്നെ അതെങ്ങോട്ടാ പോയേ? നമുക്കാണെങ്കിൽ ഒരാളോട് ഇപ്പൊ ചോദിക്കാനും പറ്റില്ല. മാരേജ് സർട്ടിഫിക്കറ്റ് കൂടി ഇല്ലെങ്കിൽ നാളെ എന്റെ ജീവിതത്തിന് വേണ്ടി പോരാടാൻ മറ്റെന്ത് തെളിവായിട്ടാ എന്റെ കയ്യിൽ ഇനി ഉള്ളത്? നമ്മുടെ കല്യാണം കഴിഞ്ഞത് സത്യമാണെന്ന് എനിക്ക് എങ്ങനെ തെളിയിക്കാനാവും? എനിക്കെന്തായിട്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? ഞാൻ ആരോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാ ഇങ്ങനെ അവസ്ഥകൾ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്? എന്താ? സർട്ടിഫിക്കറ്റ് എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. താൻ കരയാതിരിക്കേ. സർട്ടിഫിക്കറ്റ് പോയി പോയി പൂജാമുറിയിലേക്ക് തന്നെ കയറണോ? എനിക്കും അതിന്റെ അകത്തേക്ക് കയറാനുള്ള ധൈര്യമില്ല. അത് പുറത്തേക്കും വരില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? കാലിലെന്തോ പാമ്പ് ചുറ്റിയ പോലെ നീ എന്താ ഇങ്ങനെ ടെൻഷനായി നടക്കുന്നേ? പറയൂ നിഹാരികേ. ഒരു ഇമ്പോർട്ടന്റ് പേപ്പർ മിസ്സായി പോയി. എല്ലായിടത്തും തെരഞ്ഞു, ഒരിടത്തും കാണുന്നില്ല. അതിനു മാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ അതിലുള്ളത്? ഞാൻ സത്യം പറഞ്ഞ എല്ലാവർക്കും ഇപ്പൊ കല്യാണക്കാര്യം മനസ്സിലാവും. തൽക്കാലം വേറെ എന്തെങ്കിലും പറഞ്ഞിപ്പോ കവർ ചെയ്യണം. എന്താ രാവിലെ തന്നെ ഇവിടെ ഒരു മീറ്റിംഗ്? നിഹാരികയുടെ എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പർ കാണാനില്ലെന്ന്. അതിലത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ ഉള്ളതെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. നീ നമ്മുടെ ഗ്യാങ്ങിന്റെ റൂൾസ് വല്ലാതെ തെറ്റിക്കുന്നുണ്ട് നിഹാരിക. ഇങ്ങനെ പോയാൽ ഇത് ശരിയാവില്ല. അത് ശരിയാ. എന്ത് കാര്യമാണെങ്കിലും ശരി എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യണമെന്ന് ആദ്യമേ ഒരു റൂള് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. നീ ഇപ്പൊ അത് പാലിക്കുന്നില്ല. അതത്ര നല്ല കാര്യമല്ല. അയ്യോ, ആ പേപ്പറിലുള്ള കാര്യമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ എനിക്കിപ്പോ ഒരു ഹെൽപ്പ് ചെയ്യാമോ? നിനക്ക് വേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. നീ പറ നിഹാരിക. ആ പേപ്പറിനി അബദ്ധത്തില് പൂജാമുറിയിലെങ്ങാനും കിടപ്പുണ്ടോന്ന് ഒന്ന് നോക്കിയിട്ട് വരാമോ പൃഥ്വിരാജ് ഏട്ടാ? അമ്മോ, ഞാൻ പോവില്ല. നീന്തൽ അറിയില്ലെങ്കിലും പസഫിക് മഹാസമുദ്രത്തിലേക്ക് ഞാൻ ഇറങ്ങിക്കോളാം. പക്ഷെ ഈ പൂജാമുറിയിലേക്ക് ഞാൻ പോവില്ല. രാധാകൃഷ്ണ ഏട്ടാ, നിങ്ങൾക്ക് ഇതൊഴിച്ച് വേറെ എന്ത് വേണേ പറഞ്ഞു. അമ്മയ്ക്കല്ലാതെ വേറൊരാൾക്കും ഇത്ര ഈസി ആയിട്ട് കേറാൻ കഴിയില്ല. വേറെ വല്ലതും ചോദിച്ചു. ചേച്ചിക്ക് പറ്റോ? മുമ്പ് ഇതുപോലൊരു വട്ടം ഞാനും ചേച്ചിയും കൂടി ദേവിയുടെ പെട്ടി പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കിയതാ. അതിലൊന്ന് തൊട്ടതേ ഓർമ്മയുള്ളൂ. ഷോക്ക് അടിച്ച കൊരങ്ങന്റെ പോലെയായി അവസ്ഥ. വേണ്ട മോളെ. കാവ്യ, നിനക്ക് പറ്റുമോ? എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉള്ളതാ. എന്നെ വിട്ടേക്ക് മോളെ. എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കാര്യം പോലും പറ്റുന്നില്ലല്ലോ.
ദേ അമ്മ പോകുന്നു. അത് ഇവരുടെ കണ്ണിലെങ്ങാനും പെട്ട കല്യാണക്കാരെ എല്ലാവരും അറിഞ്ഞു വലിയ പ്രശ്നമാകുമല്ലോ ദൈവമേ. അതാ അമ്മ ഇപ്പൊ അവിടെ അകത്തേക്ക് കയറിയില്ലേ, അത് കണ്ടു കഴിഞ്ഞാ അമ്മ ഇങ്ങ് കൊണ്ട് തന്നോളൂ. ആ പേപ്പറിനകത്ത് എന്താ ഉള്ളതെന്ന് ഞങ്ങളോടൊന്ന് പറഞ്ഞുകൂടെ? അത് സമയമാകുമ്പോ അറിഞ്ഞോളൂ. ഇപ്പൊ ഒരു ഡയലോഗും അടിച്ചിട്ടുണ്ട്. എന്ത് കാര്യം ചോദിച്ചാലും എല്ലാം അതിന്റെ സമയമാകുമ്പോ അറിഞ്ഞോളും. അമ്മ ആ സർട്ടിഫിക്കറ്റ് കണ്ടു കാണൂ. ശ്രീകർ, അവനി, ഒന്നിങ്ങോട്ട് വരൂ. അമ്മയുടെ കയ്യിലെങ്ങാനും ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കാണോ ഏട്ടാ? എല്ലാരും വന്ന് ആരതി എടുത്തോളൂ. അമ്മയുടെ മുഖം കണ്ടിട്ട് അത് കിട്ടിയിട്ടില്ല. അമ്മേ, എന്താ മോളെ? അമ്മ അകത്ത് വേറെ എന്തെങ്കിലും കണ്ടിരുന്നോ? വേറെ എന്താ മോളെ? ഏയ് ഒന്നുമില്ല അമ്മേ. പറ മോളെ. അത് ചെറിയൊരു പേപ്പറാ അമ്മേ, അത് കാണുന്നില്ല. അഥവാ അകത്ത് വല്ലതും ഉണ്ടോന്ന് അറിയാനാ. പിന്നെ അതത്രയ്ക്ക് ഇമ്പോർട്ടന്റ് പേപ്പർ ഒന്നും അല്ല, അത് വിട്ടേക്ക്. പൂജാമുറിയിൽ എങ്ങനെയുണ്ടാവാനാ? ആ ശരിയാ, പൂജാമുറിയിൽ എങ്ങനെ ഉണ്ടാവാനാ? ഉണ്ടാകില്ല. മോളെ അവനി, കല്യാണക്കാര്യത്തില് നിന്റെ അഭിപ്രായം നീ പറഞ്ഞില്ലല്ലോ. വികാസിനെ കുറിച്ച് നിഹാരിക എല്ലാ വിവരവും പറഞ്ഞില്ലേ? നിന്റെ അഭിപ്രായം കൂടി പറയണ്ടേ മോളെ? അവനെന്തായാലും വളരെ നല്ലൊരു ചെറുക്കനാ, നിനക്ക് പൊരുത്തമുള്ള ജോഡിയാ. നീ ഒരു അഭിപ്രായം പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങള് ഞങ്ങൾക്ക് നോക്കായിരുന്നു. അവൾ അങ്ങനെ പോയതെന്താമ്മേ? ഈ കാര്യത്തില് ഇവൾ എത്ര നാൾ ഇങ്ങനെ മിണ്ടാതിരിക്കും? മൗനം അർത്ഥസമ്മതം എന്നല്ലേ അമ്മേ പറയുന്നേ? നാണം വന്നിട്ടാണെന്ന് തോന്നുന്നു. എന്നാ നല്ലൊരു ദിവസം നോക്കിയിട്ട് വികാസിനെ കണ്ട് ഞാൻ സംസാരിച്ചോളാം. അത് പോരെ? ശരി. തൽക്കാലം അമ്മ ആ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും കണ്ടു കഴിഞ്ഞ അവസ്ഥ എന്താവും? എന്റെ ജാതകം നിങ്ങളുടെ കുടുംബത്തിന് ചേരാത്ത ഒന്നായതുകൊണ്ടാണ് ഞാൻ ഇത്രയേറെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നതെന്നാണ് ഞാൻ ഇത്രയും നാള് കരുതിയത്. എന്റെ ജാതകം പോലും നല്ലതല്ലെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി തീർന്നത്. അങ്ങനെയൊന്നും പറയില്ല അവനി. പിന്നെ എന്താ ഞാൻ പറയേണ്ടത്?
നടക്കുന്ന കാര്യങ്ങളെല്ലാം തെളിയിക്കുന്നത് അത് തന്നെയല്ലേ ഏട്ടാ? പ്രശ്നങ്ങൾ എനിക്കെതിരെ ഏതൊക്കെ രീതിയിൽ വന്നാലും ബലമുള്ളൊരു ആധാരം കയ്യിലുണ്ടെന്നുള്ള സമാധാനം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോ എനിക്ക് ആ ധൈര്യം ഇല്ലാതായില്ലേ? അവസാനിച്ചു. എന്റെ ജീവിതം നശിച്ചെന്റെ കൈവിട്ടു പോയില്ലേ? അവനി സർട്ടിഫിക്കറ്റ് ഈ ലോകത്ത് നിന്ന് തന്നെ പോയി എന്നുള്ള ധാരണ അത് മാറ്റണോ അവനി? അതിവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. ഭദ്രമായിട്ട് വെച്ച സ്ഥലത്ത് നിന്ന് അത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടെന്ന് തീരുമാനിക്കാതെ പിന്നെ ഞാൻ എന്താ ഏട്ടാ ചെയ്യണ്ടേ? അതവിടെ ഇല്ലെന്ന് 4 ദിവസം കഴിഞ്ഞിട്ടാ നമ്മൾ അറിഞ്ഞതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? അപ്പൊ അനുഭവിക്കേണ്ടി വരുന്നതും ഇതേ പ്രയാസം തന്നെയല്ലേ? പൂർവ്വജന്മത്തിലെ പാപങ്ങളൊക്കെ ഈ ജന്മത്തിൽ വേട്ടയാടുന്നല്ലേ പറയാറ്? അതൊക്കെ പക്ഷെ പണ്ടത്തെ കാര്യം. ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ചു തീർക്കണം എന്നുള്ളതാ ഇപ്പോഴത്തെ കാര്യം. ഞാൻ എന്തോ ഒരു പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. യെസ് അവനി, സർട്ടിഫിക്കറ്റ് കാണാതെ പോയാലും അത് വീണ്ടും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? എങ്ങനെ? ചെന്നൈയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് മറ്റൊരു കോപ്പിക്ക് വേണ്ടി അപേക്ഷിക്കാം. താൻ ടെൻഷൻ ആവാതിരിക്കെ, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു നോക്കാം. ഈശ്വര, ഇപ്പോഴെന്റെ മനസ്സിനൊരു സമാധാനമായി. ഹലോ. ഹലോ സർ, ദിസ് ഇസ് ശ്രീകർ കോളിംഗ് ഫ്രം എറണാകുളം. പറഞ്ഞോളൂ സാർ. സർ, എൻ്റെ വൈഫിൻ്റെ പേര് ആവനി. ഞങ്ങളുടെ മാരേജ് അവിടെ സ്റ്റേഷനിൽ കുറച്ച് മാസം മുൻപ് നടന്നിരുന്നു. ശരി. ലാസ്റ്റ് ടൈം ഞങ്ങൾ മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവിടുന്ന് അയച്ചു തന്നിരുന്നു. ശരി. ആ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. എവിടെയാ മിസ്സായെന്ന് അറിയില്ല സർ. അപ്പടിയാ? യെസ് സർ. സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒരിക്കൽ കൂടെ ആ സർട്ടിഫിക്കറ്റ് ഒന്ന് അയച്ചു തരാവോ? അഡ്രസ് ഞാൻ പറയാം, നോട്ട് ചെയ്തോളൂ സർ. സെൻഡ് ചെയ്ത് മുടിയാതെ സാർ. അതെന്താ സർ? അത് ഞങ്ങളുടെ സ്റ്റേഷനിൽ ഒരു ഫയർ ആക്സിഡന്റ് നടന്നിരുന്നു. റെക്കോർഡ്സ് മൊത്തം കത്തിയെരിഞ്ഞു. അതുകൊണ്ടാണ് സെൻഡ് പന്ന മുടിയാതെന്ന് പറഞ്ഞത്. സർ, അറ്റ്ലീസ്റ്റ് ഇവിടെ സ്റ്റേഷനിൽ ഡാറ്റാസ് ഉണ്ടാവില്ലേ? ഇല്ല സാർ, റെക്കോർഡ്സ് സിസ്റ്റംസ് എല്ലാമേ കത്തിയെറിഞ്ഞു പോയി. സർ പ്ലീസ് സർ, എങ്ങനെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യൂ സർ. இருந்தா சென்ட் பண்றதுக்கு எனக்கு எந்த ப்ராப்ளமா? நீங்க ഒന്ന് മനസ്സിലാക്കൂ. സർ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സർ. പ്ലീസ് സർ, ഒന്ന് മനസ്സിലാക്കണം സർ. അയ്യോ, എന്നത് പറഞ്ഞാ മനസ്സിലാവില്ലേ നിനക്ക്? ഈ സ്റ്റേഷനിൽ ഒരു ഡേറ്റയും ഇല്ലാന്ന് നാം പറഞ്ഞില്ലേ? പോടാ. സർ, ഞാൻ സർ, ഹലോ. എന്തു പറ്റിയേട്ടാ? സ്റ്റേഷനിൽ ഒരു ഫയർ ആക്സിഡന്റ് നടന്ന് അവിടുത്തെ റെക്കോർഡ്സ് ഒക്കെ കത്തിപ്പോയെന്ന്. ഡാറ്റ സ്റ്റോറേജ് പോലും ഇല്ലാത്രേ. ആകെ ഉണ്ടായിരുന്ന ഒരു വഴി അത് മാത്രമായിരുന്നു. ഇത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അവനി. അവനി, അവനി എന്താ ഇത്? അവസാനിച്ചു, എല്ലാം അവസാനിച്ചു. ഇനി എനിക്ക് ഒരിക്കലും ഈ വീട്ടിലെ മരുമകളാക്കാൻ കഴിയില്ല. ഞാൻ പെരുവഴിയിലായില്ല ചേട്ടാ. അങ്ങനെയൊന്നും പറയില്ല അവനി. ഇവിടെയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇല്ല, അവിടെ അമ്മയാണെങ്കിൽ വികാസമായിട്ടുള്ള കല്യാണം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഈ അവസ്ഥയിൽ ഞാൻ ഇനി എന്തായിട്ടാ ചെയ്യുക? ഈ കാര്യങ്ങള് എന്റെ ചേച്ചി എങ്ങാണ് പറഞ്ഞ ചങ്കപൊട്ട് ചാകും എന്റെ ചേച്ചി. നഷ്ടപ്പെട്ടു പോയ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് എങ്ങനെയായിട്ടാ തിരിച്ചു കിട്ടുക?